സിറാജുന്നീസിനെ വെടിവെച്ചൊരു സംഭവമുണ്ട്. ആ സമയത്ത് അവിടെ ഹർത്താലായി, ഭീകരാന്തരീക്ഷം. ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. കാണാപ്പുറത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി ഫൈസൽക്കായുടെ വീട്ടിലാണ്. ഫൈസൽക്കായുടെ ബാപ്പയുടെ ഒരു അമൂല്യമായ ശേഖരം, പണ്ടുകാലത്തെ ഗ്രാമഫോണുകൾ, പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ, വീടിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ബിൽഡിങ് ഒരു മ്യൂസിയമായി സജ്ജീകരിച്ചിട്ടാണ് ഫൈസൽക്ക ബാപ്പയോടുള്ള ആ സ്നേഹം ഇപ്പോഴും നിലനിർത്തിപ്പോരുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. മനുഷ്യജീവിതം കൊടുങ്കാറ്റുപോലെ പായുന്ന ഈ കാലഘട്ടത്തിൽ ആർദ്രസ്വരങ്ങളുടെ വിശുദ്ധ രാഗങ്ങൾ, ആത്മാവിൽ പെയ്യിക്കുന്ന റെക്കോർഡുകളുടെയും ഗ്രാമഫോണുകളുടെയും അമൂല്യ ശേഖരമുള്ള ഒരു വീട്. മൺമറഞ്ഞുപോയ കൊടുവള്ളി മുത്തമ്പലം സ്വദേശിയും നിയമബിരുദധാരിയുമായ കുഞ്ഞായിൻകുട്ടി ഹാജിയുടേതാണ് ഈ അപൂർവ ശേഖരങ്ങൾ. അദ്ദേഹത്തിന്റെ മകൻ ഫൈസലാണ് ബാപ്പയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഇവയെല്ലാം ഇന്ന് പൊന്നുപോലെ സൂക്ഷിക്കുന്നത്. നിരവധി സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്താണ് അദ്ദേഹം ഈ വിലപ്പെട്ട ശേഖരം തയ്യാറാക്കിയെടുത്തത്. പ്രസിദ്ധ മാപ്പിളപ്പാട്ട് ഗായകൻ KG സത്താർ 1987 കുഞ്ഞായിൻകുട്ടി ഹാജിയെ തേടി ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഗുൽ മുഹമ്മദിന്റെയും ചിറ്റമ്മ സാറാഭായിയുടെയും പഴയ റെക്കോർഡുകൾ അന്വേഷിച്ചായിരുന്നു വരവ്. ഇവിടെ നിന്നും പിതാവിന്റെ ശോകരസം തുളുമ്പുന്ന ഗാനങ്ങൾ കേട്ട് അന്ന് സത്താർ പൊട്ടിക്കരഞ്ഞുപോയി. ഏകദേശം 90ഓളം റെക്കോർഡുകൾ റെക്കോർഡ് ചെയ്യാൻ വാങ്ങിയാണ് അദ്ദേഹം മടങ്ങിയത്. പാട്ട് കമ്പക്കാരനായ ബേപ്പൂർ സുൽത്താന് തൻ്റെ ശേഖരത്തെക്കുറിച്ച് ഹാജിയാർ കത്തെഴുതുകയും മറുപടിയിൽ കുറച്ച് റെക്കോർഡുകളും ട്വിൻ സൂചിയും ആവശ്യപ്പെട്ടുകൊണ്ട് ബഷീർ എഴുതുകയും ഗ്രാമഫോണും ആവശ്യപ്പെട്ട സാധനങ്ങളുമായി വൈലാലിലെ വീട്ടിൽ ഹാജിയാരും മകൻ ഫൈസലും ചെല്ലുകയും കയ്യിൽ കരുതിയ ഗ്രാമഫോണിൽ ഏകദേശം 10ഓളം ഗാനങ്ങൾ അദ്ദേഹത്തെ കേൾപ്പിക്കുകയും ചെയ്തു. ഈ സമയം അസുഖമെല്ലാം മറന്ന് ആവേശത്തോടെ കൊച്ചുകുട്ടികളെപ്പോലെ ബഷീർ ഒരുപാട് സംസാരിച്ച സംഭവം ഇന്നും മകൻ ഫൈസലിന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമസ്കാരം. അപ്പോൾ ഇതാണ് നമ്മുടെ കാവിൽ കുഞ്ഞായിൻകുട്ടി ഹാജി എന്ന ഈ അമൂല്യ ശേഖരത്തിന്റെ ഉടമയുടെ 6 മക്കളിൽ ഏറ്റവും ഇളയ ആളായ ഫൈസൽക്കാണ്. ഇപ്പം ഈ ശേഖരങ്ങളെല്ലാം ഇങ്ങനെ പൊന്നുപോലെ സൂക്ഷിക്കുന്നത് ഫൈസൽക്കാണ്. ഫൈസൽക്കാരോട് നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചറിയാം. ഫൈസൽക്കാ ഉപ്പ ശരിക്കും ഈ റെക്കോർഡിന്റെ ഈ പാട്ടുകളൊരു ആരാധകനായിരുന്നു അല്ലേ? പാടൽ കുറവായിരുന്നെങ്കിലും പാട്ട് ആസ്വാദകനായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഗ്രാമഫോണിന് നമ്മളെ കോളാമ്പി പൂവുണ്ട്, ആ കോളാമ്പി പൂവ് വെച്ചിട്ട് തീപ്പെട്ടി വെച്ചിട്ട് പെട്ടിപ്പാട്ട് ഉണ്ടാക്കുമായിരുന്നൊക്കെ അതിന്റെ രൂപം ഉണ്ടാക്കിയിട്ടില്ലേ? സ്കൂളിലൊന്നും പോവാതെ അങ്ങനെ അന്ന് സ്കൂളുകളൊക്കെ കുറവാണ്, പക്ഷെ വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉന്നതിയിലാണ്. നല്ല വിദ്യാഭ്യാസം. പഞ്ചായത്തിൽ തന്നെ അന്നത്തെ 2ാമത്തെ അഡ്വക്കേറ്റ് ആണ്. LLB വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ക്ലാസ്മേറ്റ് ആണ്. കോഴിക്കോട് കോളേജ് ഫസ്റ്റ് ബാച്ചാണ്. എന്റെ കൂടെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആര് വെറുതെ തമാശക്ക് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെന്നാണെങ്കിൽ പിറ്റേന്ന് രാവിലെ അദ്ദേഹം കയറും. എത്ര റെക്കോർഡുകൾ? ഏകദേശം 3000ഓളം റെക്കോർഡ്സ് ഉപ്പന്റെ കളക്ഷൻ. ശരിക്കും കേരളത്തിൽ ഇത്രയും കളക്ഷൻ വേറെ ആരും ഉണ്ടാവില്ല, അറിയാൻ പറ്റൂല. സാധനങ്ങൾ ഒരുപാട് ആളുകൾ എടുത്തുണ്ട്, ഇത്ര ഉണ്ടോന്നുള്ള അറിയില്ല. പലരും ഇതുപോലെ തന്നെ നിധി പോലെ സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം. ഇതിലിപ്പം അമൂല്യമായിട്ടുള്ള കുറെ റെക്കോർഡുകൾ ഉണ്ടല്ലോ. നമ്മളെ മഹാത്മാഗാന്ധിന്റെ പ്രസംഗം, പിന്നെ ആരതൊക്കെയാണ് ഇങ്ങനെ? പിന്നെ നെഹ്റുവിന്റെ പ്രസംഗമുണ്ട്, അബിത വിജയം, ഷാഹിദ വിജയം, തശ്രീബ്, കർബല, മുഹമ്മദ് നബി ചരിത്രം, നമ്മൾ കേൾക്കാത്ത പാട്ടുകാരെ, നൂർജഹാൻ, അതുപോലെ തന്നെ SM കോയ, MS ബാബുരാജ്, കോഴിക്കോട് അബ്ദുൽ ഖാദർ, നാഗൂർ ഹനീഫ, യേശുദാസിന്റെ ചെറുപ്പമുള്ള പാട്ടുകൾ, അങ്ങനെ ചെമ്പൈ ഭാഗവതർ, ത്യാഗരാജ ഭാഗവതർ എല്ലാം ഇതിൽ ഉണ്ട്. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് പാടിക്കും. എനിക്കല്ല, ഉപ്പക്ക് ആര് വന്നാലും അത് പാടിപ്പിച്ച് കേൾക്കാൻ ഇഷ്ടമായിരുന്നു.
അപ്പൊ ഇതില് ഇപ്പൊ റെക്കോർഡുകൾ മാത്രമല്ല, വേറെയും അമൂല്യമായിട്ടുള്ള നമ്മളൊന്നും കാണാൻ പറ്റാത്ത അത്രയും പഴക്കമുള്ള സംഗീത ഉപകരണങ്ങൾ തന്നെ ഉണ്ട്. അത് കൂടാതെ മറ്റ് പല പഴയ കാലത്തെ സാധനങ്ങളും ഇവിടെ ഒരു മ്യൂസിയത്തിൽ നിങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? വല്യപ്പാന്റെ മെതിയടി ഉണ്ട്, മെതിയടിയാണ്. അതുപോലെ തന്നെ മറ്റുള്ള ലൈറ്റ് ഐറ്റംസ് ആണെങ്കിലും, അതുപോലെ തന്നെ ബാൽവ് റേഡിയോ ആണെങ്കിലും, പിന്നെ ഘടികാരാണെങ്കിലും, അങ്ങനെ ഒരുപാട് പെട്രോൾ മാക്സ്, ഇതൊക്കെ വളരെ ചെറുതെന്ന് പറഞ്ഞാൽ പെട്രോൾ മാക്സിന്റെ ഏറ്റവും മൈനറാണ്. സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന അതിന്റെ പിന്നെ ചെറുതാണ്, ഏറ്റവും ലോവസ്റ്റ് പിച്ചളതാണ്, ഏറ്റവും ചെറുതാണ്. അതുപോലെ തന്നെ ലാന്തർ ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. എന്നാലേ ആളുകൾക്ക് കുട്ടികൾ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു അപൂർവ ശേഖരാണ്. ഇനി നിങ്ങൾ പറഞ്ഞാലും ഞാൻ എവിടെ പോരാനും തയ്യാറാണ്, വാങ്ങാനും കളക്ട് ചെയ്യാനും. ഉപ്പന്റെ ഒരു അതുപോലെ തന്നെ പഴക്കമുള്ള സാധനങ്ങൾ നിങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്റെ ചെറിയ മകനും അതിലേക്ക് ഒരു ക്രൈസ് ഉള്ള ആളാണ്, അതുകൊണ്ട് സമാധാനം മറ്റൊന്നും നോക്കുന്നുണ്ട്. പക്ഷെ ചെറിയ മകൻ ഒന്നുകൂടി പിന്നെ അതിലേക്ക് താല്പര്യനാണ്. അപ്പൊ ഇതിപ്പം പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത് കാണാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? സംവിധാനം നമ്മൾ ഒരുപാട് സ്കൂളുകളിലൊക്കെ എക്സിബിഷൻ വെക്കാറുണ്ട്. അങ്ങനെ പരിപാടികളൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പൊ ഉപ്പന്റെ ഒരു അടുത്ത ആളുകളാണ് ഉണ്ടായിരുന്നു, 50 വയസ്സായി എന്ന് പറയും. അദ്ദേഹമായിരുന്നു ഉപ്പന്റെ കൂടെ ഇപ്പൊ ഒരു കൊടുവള്ളി മൂസക്കാന്ന് അറിയും. അപ്പൊ അദ്ദേഹമാണ് പിന്നെ കുറെയൊക്കെ ഇപ്പോൾ സഹകരിച്ച് പോരാറ്. നമ്മള് കൊടുവള്ളി ചെറിയ സ്കൂളിൽ, അതുപോലെ തന്നെ ആനയംകുന്ന് സ്കൂളിൽ, കടമേരി റഹ്മാനിയല് കുറച്ച് മുമ്പ് പിന്നെ ഒരു 2 ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്കൂളിൽ, നരിക്കിനി സ്കൂളിൽ, ഒരുപാട് സ്കൂളുകൾ നമ്മൾ അങ്ങനെ എക്സിബിഷൻ വെക്കാറും പോകാറുണ്ട്. ഇപ്പോഴാണ് കുറച്ച് റിവൈസ് അടിച്ച് ആളുകൾ കൂടെ വരാൻ, ഇത് സൂക്ഷിക്കാനല്ല കരുതാനും പറ്റുന്ന ആളുകൾ, പുതിയ ആളുകൾ അതിന് പ്രാധാന്യം മനസ്സിലാക്കി. റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ ചെറിയൊരു ഡിസ്ക്, ഒരു CD-യിൽ 600-1000 പാട്ടുകൾ കൊള്ളും. ഈ ഒരു ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ പാട്ട് ഒരു ഭാഗത്ത് കൊള്ളുന്നു. അപ്പൊ ഇതിന്റെ യൂസേജസ് അരക്കാണ്, മടിങ്ങാൻ പൊട്ടിപ്പോവും. അപ്പൊ അതൊക്കെ അത്രയും കെയർ ആയിട്ട് കൊണ്ടെടുക്കേണ്ട സാധനം ആയതുകൊണ്ട് ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ കപ്പി 990 ഞാൻ ഉപ്പയും കൂടി ഇതേപോലെ തന്നെ ഇപ്പന്റെ റിലേഷൻ, ഉപ്പന്റെ അമ്മായിന്റെ മരുമകൻ ഉണ്ടായിരുന്നു അവിടെ ചായ കച്ചവടം നടത്തി മദ്രാസിൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ, മൂർ മാർക്കറ്റിൽ തന്നെ. അവിടെ പോയി അവിടുന്ന് ഗ്രാമഫോൺ കിട്ടി കേട്ടിട്ട് പോയത്. അങ്ങനെ കിട്ടാതെ സമയത്ത് ഞങ്ങള് മൂർ മാർക്കറ്റ് മറീന ബീച്ച് അവിടെ പോയി അണ്ണാതിരിന്റെ സൗകര്യമൊക്കെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് അന്നത്തെ 100 രൂപക്ക് വാങ്ങി സാധനം. ഇതുമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പാലക്കാട് വഴി ഞങ്ങൾ വരാണ്. പാലക്കാട് അന്ന് വെടിവെപ്പുണ്ട്, രമൺ ശ്രീവാസ്തവന്റെ IG ആയിരുന്ന സമയത്താണ് തോന്നുന്നത്. സിറാജുന്നീസിനെ വെടിവെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഹർത്താലായി, ഞങ്ങൾ അവിടെ കുടുങ്ങി. രാത്രി അവിടെ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഭീകരാന്തരീക്ഷ പിറ്റേന്നാണ് ഞങ്ങൾ എത്തിയത്. ഇത് കുതിരവണ്ടിയുടെ മേലില് ഉപയോഗിക്കുന്ന ഒരു തരം പെട്രോൾ മാച്ച് ആണ്, ഡൈനാമിൽ. അതിന്റെ ഏറ്റവും അടിയിലുള്ളത് മണ്ണെണ്ണയുടെ ടാങ്കാണ്. അതിൽ ബൾബ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു തിരി കത്തിച്ചിട്ട് അങ്ങനെ അവിടെ പ്രതിഫലിക്കും. അതിന്റെ പ്രതിഫലം പുറത്തേക്ക് വന്നിട്ടാണ് ലൈറ്റ് കിട്ടുന്നത് അല്ലേ? പണ്ടത്തെ കാലത്ത് വെള്ളിക്കോലിലായിരുന്നല്ലോ നമ്മളെ ഭാരം തൂക്കുന്ന സാധനമാണ്. ഇതിന്റെ അളവൊന്നും നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും അറിയില്ല. എന്തായാലും ഇതില് സാധനം കുളത്തിട്ടിട്ട് ഒരു പ്രത്യേക ഒരു പോയിന്റ് പിടിച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ഇതിന്റെ തൂക്കം നിർണയിച്ചിരുന്നത്. അതിനുള്ള സാധനമാണ് ഇത്. വെള്ളിക്കോല് എന്നാണ് ഇതിന് പറയാ. പിച്ചളന്റെ ഒരു ഇതാണ്. മുമ്പത്തെ രാജാക്കന്മാർക്ക് ഭക്ഷണം കൊണ്ടുപോകാനുണ്ടായിരുന്നതൊക്കെ പറയപ്പെടുന്നുണ്ട്. പണ്ടത്തെ വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു ടിഫിൻ ബോക്സ്, ഇത് പിച്ചളയാണ്. 3 അടുക്കായിട്ട് 2 സ്ഥലത്ത് 2 സ്പൂണും വെച്ചിട്ട്. ഇതിന്റെ ഒരു പുതിയ രൂപമൊക്കെ നമ്മളെ കൊച്ചു കാലത്ത് ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ 3-4 അടുക്കുള്ള തൂക്കുപാത്രമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് വർഷം പഴക്കമുള്ള പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ച ആ കാലത്തുള്ള ഒരു അടുക്ക് പാത്രമാണ്. ഇതിപ്പോ നമ്മൾ കണ്ടാൽ വളരെ ചെറുതാന്ന് തോന്നുന്നു. ഇതേപോലെ തന്നെ ഒരു അടുപ്പാണ്. യാത്രയിലൊക്കെ ടൂറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ബാംഗ്ലൂർ പോകുന്നതാണ് സുഖമാണ്. ഒരു ഓംലേറ്റ് കടിക്കണം തോന്നിയാലും ഇത് മണ്ണെണ്ണ വെച്ചിട്ട് ചട്ടിച്ച് ഓംലേറ്റ് അടിക്കാം. സിമ്പിൾ പരിപാടി. അന്നത്തെ സാധനം അതിന്റെ മൂടിയാണിത്. ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്റ്റൗ ആണ്. ഇതിന്റെ ഉള്ളില് എന്തെങ്കിലും കോട്ടണോ എന്തെങ്കിലും ആയിരിക്കാം. ഇതില് മണ്ണെണ്ണ ഒഴിക്കുക, തീ കൊടുക്കുക, ജസ്റ്റ് ഇവിടെ പാത്രം വെക്കുക, ഓംലെറ്റ് അടിക്കുക, അല്ലെങ്കിൽ വെക്കാം. ഇങ്ങനെ സഞ്ചരിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ മൂടിയിട്ടാ അത് കഴിയുകയും ചെയ്തു. അപ്പൊ എത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം, പക്ഷെ വളരെ ഉപകാരമുള്ള ഒരു സാധനവും അല്ലേ യാത്രയില്. ഇങ്ങനെ അമൂല്യമായ ഒരുപാട് ശേഖരങ്ങൾ ഇവിടെ ഉണ്ട്.
ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഞങ്ങൾ ഫൈസൽക്കാരുടെ നമ്പർ ഇതിൽ കൊടുക്കും. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അങ്ങനെ അത്രയും താല്പര്യപ്പെട്ട ആർക്കെങ്കിലും ശരിക്കും ഇതിനോട് ക്രേസുള്ള ആൾക്കാരുണ്ടാവും ഒരുപാട് ദൂരെ നിന്ന്. ഇപ്പം നിങ്ങൾ ഈ റെക്കോർഡ് വാങ്ങാൻ എവിടെ ബാംഗ്ലൂരും മദ്രാസിലൊക്കെ പോയി എന്ന് പറഞ്ഞില്ല, അതുപോണം ഇത് കാണാൻ വേണ്ടി ചിലപ്പോൾ തിരുവനന്തപുരത്തു നിന്നും എവിടുന്നെങ്കിലും ഒക്കെ ആൾക്കാർ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. കാണാൻ അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ ഫൈസൽക്കാരനെ വിളിക്കുക. എന്തെങ്കിലും സൗകര്യപ്പെടുന്ന സമയത്ത് പുള്ളി പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്കത് കാണാം. ഭാരതീയ സംഗീതത്തിൻ്റെ അമൂല്യമായ ഈ ശേഖരം സൂക്ഷിക്കുന്ന കുഞ്ഞായൻകുട്ടി ഹാജിക്ക് എത്ര വില പറഞ്ഞാലും ഇത് ആർക്കും കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹം മകൻ ഇന്നും വളരെ ഭംഗിയായി നിലനിർത്തി പോരുന്നു. അപ്പോൾ കാണാപ്പുറത്തിൻ്റെ ഈ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ വ്യത്യസ്തമായ പല വീഡിയോയുമായി കാണാപ്പുറം ഇനിയും നിങ്ങളിലേക്ക് എത്തും. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.